അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദ്ദല്ലാഹി അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സുഹൃതങ്ങൾ അഖിലവും നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. നമ്മുടെ ഇൽമിയായ ചർച്ചകളെല്ലാം നമ്മിൽ നിന്നും സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സയ്യിദുൽ അയ്യാം അഥവാ ദിവസങ്ങളുടെ നേതാവ് എന്ന് പരിചയപ്പെടുത്തി മഹാന്മാരായ ഉലമാക്കൾ ഒരുപാട് മഹത്വങ്ങൾ കൽപ്പിച്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത്. എന്തുകൊണ്ടും ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിയായിട്ടാണ് പ്രതിഫലം നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്വദഖത്തു തുളാഅഫു യൗമൽ ജുമുഅ. ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സ്വദഖ ചെയ്തു കഴിഞ്ഞാൽ അതിന് അല്ലാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നാളെ മഹ്ശറയിലെത്തിക്കഴിഞ്ഞാൽ നരകക്കുണ്ടിലേക്ക് വലിച്ചെറിയുന്ന ആ ഒരു ഭയാനകരമായ അവസ്ഥയെ തൊട്ട് അള്ളാഹുവിൽ നിന്ന് രക്ഷ ലഭിക്കുവാൻ വേണ്ടി ഒരു കാരക്ക ചീളുകൊണ്ടെങ്കിലും നിങ്ങൾ സ്വദഖ ചെയ്ത് നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ആ സ്വദഖയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മാത്രവുമല്ല, ഒരുപാട് സുന്നത്തുകൾ ഈ ദിവസം നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. സൂറത്ത് യാസീൻ, അതുപോലെ സൂറത്തു ദുഖാൻ, പിന്നെ എപ്പോഴും ചെയ്യുന്നത് പോലെ സൂറത്തുൽ കഹ്ഫ്, ഈ സൂറത്തുകളൊക്കെ ഈ ദിവസത്തിൽ പാരായണം ചെയ്യൽ വളരെ സുന്നത്തായ പുണ്യമേറിയ കാര്യമാണ്. അതിനേക്കാൾ ഉപരി ഈ ദിവസത്തിൽ നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഗൗരവത്തോടുകൂടി ചെയ്യേണ്ട അമലാണ് അസ്വലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത്. കാരണം പിടിവള്ളിയില്ലാത്ത മഹ്ശറയുടെ ഭീതിപ്പെടുത്തുന്ന അവസ്ഥകളിൽ പോലും നമുക്കൊരു പിടികയറായിട്ട് നാളെ വരാനുള്ളത് സ്വലാത്താണ്. ആ സ്വലാത്ത് കൊണ്ടാണ് നമ്മെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ തിരിച്ചറിയാൻ പോകുന്നത്. ആ ഹബീബിൻ്റെ ഹളറത്തിലേക്ക് എത്ര കണ്ട് സ്വലാത്ത് നമ്മൾ അയച്ചോ അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മെ തിരിച്ചറിയുവാനാകും. അവിടുന്ന് പറഞ്ഞല്ലോ, ഫമൻ കാന അക്സറുഹും അലയ്യ സ്വലാഹ്, ആരെങ്കിലും എൻ്റെ മേൽ കൂടുതലായിട്ട് സ്വലാത്ത് ചൊല്ലിയാൽ കാന അഖറബഹും മിന്നി മൻസില, നാളെ ആഖിറത്തിൻ്റെ ലോകത്ത് എൻ്റെ അടുത്ത് സ്ഥാനം തന്നെ ഞാൻ അവന് നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് സ്വലാത്ത് ചെല്ലാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് ഏറ്റവും പറ്റുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത്. മാത്രവുമല്ല, നമ്മുടെ ആവലാദികളും വേവലാദികളുമെല്ലാം റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ആ ദുആ നമ്മിൽ നിന്നും അല്ലാഹു കബൂൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ തുടക്കത്തിലും അതിൻ്റെ അവസാനത്തിലും സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള ദുആ ആണ് നമ്മൾ നടത്തുന്നത് എങ്കിൽ ഉറപ്പായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞിട്ടുള്ള ദുആ ആണ് എങ്കിൽ ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഇജാബത്ത് നൽകുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ട ഈ ദിവസത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അമലാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. മഹാനായ മഹ്മൂദുൽ ആലൂസി റഹിമഹുല്ല റൂഹുൽ മആനി എന്ന ഗ്രന്ഥത്തിലൂടെ പറയുന്നു, ഈ സ്വലാത്ത് എന്ന് പറയുന്നത് ഈ ഉമ്മത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇസ്ലാമിക പ്രബോധന വഴിയിൽ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ കടന്നു വന്നിട്ടും ഒരു സമുദായത്തോടും അല്ലാഹു പറഞ്ഞിട്ടില്ല നിങ്ങളുടെ പ്രവാചകൻ്റെ മേലിൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലണമെന്ന്. ഒരു സമുദായത്തോടും അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പന നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉമ്മത്ത് മാത്രമാണ് നമ്മുടെ നബിയുടെ മേലിൽ, സ്വന്തം നബിയുടെ മേലിൽ സ്വലാത്ത് ചെല്ലാൻ അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് ഈ ഉമ്മത്തിനോട് മാത്രമാണ്, ഉമ്മത്തെ മുഹമ്മദിനോട് മാത്രമാണ് എന്ന് അവിടുന്ന് മഹ്മൂദുൽ ആലൂസി എന്ന പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിൻ്റെ പവിത്രതകൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ പറയുകയുണ്ടായി. അതുകൊണ്ട് ഈ ലോകം നശ്വരമാണ് എന്നും ശാശ്വതമായിട്ടൊരു ലോകം നമുക്ക് വരാനുണ്ട്. ആ ദിവസത്തിൽ ബർസഖ് മുതൽ ആഖിറത്തിൻ്റെ ഓരോ പടികളിലും നമുക്ക് കൂട്ടായി അവിടെ ഒരു കൈത്താങ്ങായിട്ട് സ്വലാത്ത് മാറണം.
അതിന് നമ്മുടെ ജീവിത വിജയത്തിനു വേണ്ടി ഈ സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ സുഹൃതങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഈ മാസത്തിൻ്റെയും ഈ ദിവസത്തിൻ്റെയും ഒക്കെ ബറക്കത്ത് കൊണ്ട് നാം ചെയ്യുന്ന അമലുകളെല്ലാം നാളെ വൃഥാവിലാവാതെ ഉപകാരപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.